തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം 19 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ലോ അക്കാദമിയിലെ മുൻ പ്രിൻസിപ്പലായിരുന്ന നാരായണൻ നായർ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കുന്നത് നിയമാനുസൃതമല്ല എന്ന് ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് വിൻസെന്റ് പാനിക്കുളം 1989 കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകിയത്. എന്നാൽ അന്ന് കോളേജിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ആരും അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഹാജരാക്കിയിരുന്നില്ല എന്നാണ് അന്നത്തെ പെറ്റീഷണർ ആയിരുന്ന വിൻസെന്റ് പാനിക്കുളം വെളിപ്പെടുത്തുന്നത്. അഫിലിയേഷൻ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അഫിലിയേഷൻ ഉണ്ടെന്ന് യൂണിവേഴ്സിറ്റി പോലും അന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ? അല്ലെങ്കിൽ കോളേജ് പറയുന്നുണ്ട്. കോളേജ് അല്ല, അത് കോളേജ് എന്ന് പറയാൻ നിർത്തില്ല. യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനത്തിനെ മാത്രമേ കോളേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കോളേജും അല്ല, ഈ സ്ഥാപനം അന്ന് ഈ യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്തെന്ന് അവർ പോലും പറഞ്ഞിട്ടില്ല. അഫിലിയേഷൻ ഉണ്ടെന്ന് പറയുന്നവർ അത്തരം രേഖകൾ ഹാജരാക്കണമായിരുന്നു. ഇതൊന്നും ഹാജരാക്കാതെ വാക്കാൽ പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ആ രേഖ ആർക്ക് വേണമെങ്കിലും തരാമല്ലോ. അത് അപേക്ഷിച്ചതിന്റെ തെളിവുണ്ടാവണം, അത് അനുവദിച്ചതിന്റെ തെളിവുണ്ടാവണം. അത് രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. വിദ്യാർത്ഥികൾ കോളേജിന്റെ മുഴുവൻ സത്യവും അറിഞ്ഞിട്ടില്ലെന്നും സത്യങ്ങൾ അറിഞ്ഞാൽ സമരം ഇവിടെ നിൽക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അന്ന് ലോ കോളേജിലെ അഡ്മിഷൻ കാരണം 2 സർക്കാർ കോളേജിലെ അഡ്മിഷൻ പോലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ആ സർക്കാർ ലോ കോളേജിലെ അഡ്മിഷൻ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ക്ലോസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോ അക്കാഡമിയിൽ നിന്ന് അഡ്മിഷൻ മേടിച്ച ആളുകൾ ട്രാൻസ്ഫർ മേടിച്ച് ഇങ്ങോട്ടേക്ക് വരും. അന്ന് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന് തന്നെ തൊഴിൽപരമായി ബാർ കൗൺസിൽ 1 വർഷക്കാലം വിലക്കേർപ്പെടുത്തിയതും അദ്ദേഹം ഓർക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ചെങ്കിലും ലോ കോളേജ് സർക്കാർ ഏറ്റെടുത്ത അടിയന്തര ഓർഡിനൻസ് ഇറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ശ്യാമപ്രസാദ് ഉത്തമൻ, റിപ്പോർട്ടർ, കൊച്ചി.